ഓക്കെ, നമ്മൾ PLSQLന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ നോക്കിയിരുന്നു. ഫുള്ളായിട്ട് എന്താണ് PLSQL എന്ന്. ഓക്കെ, നമ്മൾ ഇതുവരെ ക്ലാസ്സിൽ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു SQL ആണ്. SQL. ഓക്കെ, SQL ലാംഗ്വേജസ് ആണ്. ഓക്കെ, അതായത് SQL എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡിക്ലറേറ്റീവ് ടൈപ്പാണ്. ഡിക്ലറേറ്റീവ് ടൈപ്പാണ് SQL എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് PLSQLന്റെ SQLന്റെ വ്യത്യാസം? ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ SQL ആൻഡ് PLSQL എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ഈ ഡിക്ലറേറ്റീവ് ടൈപ്പിൽ സ്പെസിഫൈ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഓക്കെ, ആക്ച്വലി ഡിക്ലറേറ്റീവ് ടൈപ്പിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് വാട്ട് ടു ഡു ദി പ്രോഗ്രാം എന്താണെന്നുള്ളതാണ്, എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, വാട്ട് ടു ഡു എന്നുള്ളത് മാത്രമേ ഈ ഡിക്ലറേറ്റീവ് ടൈപ്പിൽ ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. ഹൗ ടു ഡു എന്ന് പറയുന്ന ഈ ഒരു മെക്കാനിസം എങ്ങനെയാണ്, ഹൗ ടു ഡു എന്ന് പറയുന്നത് ആര് സ്പെസിഫൈ ചെയ്യുന്നില്ല? ഡിക്ലറേറ്റീവ് ടൈപ്പ് സ്പെസിഫൈ ചെയ്യുന്നില്ല. ഓക്കെ, യു ക്യാൻ സേ ഡിക്ലറേറ്റീവ് ടൈപ്പ് SQL ലാംഗ്വേജ് ഓൺലി സ്പെസിഫൈ വാട്ട് ടു ഡു. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് സ്പെസിഫൈ ഹൗ ടു ഡു ദി പ്രോഗ്രാം. അതാണ് ഡിക്ലറേറ്റീവ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ SQL എന്ന് പറയുന്നത് പ്യുവർ ഡിക്ലറേറ്റീവ് ടൈപ്പാണ്. ദെൻ PLSQL എന്ന് പറഞ്ഞാൽ ഓക്കെ പ്രൊസീജറൽ ടൈപ്പാണ്, പ്രൊസീജറൽ ലാംഗ്വേജ് ആണ്, പ്രൊസീജറൽ ടൈപ്പാണ്. ഓക്കെ, ദെൻ SQL. ഓക്കെ, അപ്പം എന്താണ് ഇത്? എന്താന്ന് വെച്ചാൽ ഹൗ ടു ഡു ആസ് വെൽ ആസ് വാട്ട് ടു ഡു. ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ആര് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്? PLSQL സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ PLSQLന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ്. ഓക്കെ, പ്രൊസീജറൽ ആണ്, നോട്ട് ഡിക്ലറേറ്റീവ്, അത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ നോക്കുക, PLSQLന്റെ പ്രധാനപ്പെട്ട 4 കൺസെപ്റ്റുകളാണ്. ഒന്ന് നമ്മൾ പറഞ്ഞ ഫങ്ഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 2 പ്രൊസീജിയേഴ്സ്, അതും നമ്മൾ പറഞ്ഞു, പ്രൊസീജിയേഴ്സ്. ദെൻ മൂന്നാമത്തതാണ് ട്രിഗേഴ്സ് ആൻഡ് കേഴ്സേഴ്സ്. ഓക്കെ, ഈ 4 കാര്യങ്ങളാണ് PLSQLിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യം. ഓക്കെ, അപ്പം ട്രിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രിഗേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോർഡ് പ്രോഗ്രാം ആണ്. ട്രിഗേഴ്സ് ആർ സിംപ്ലി ഡിഫൈൻഡ് ആസ് സം സ്റ്റോർഡ് പ്രോഗ്രാം, ഓക്കെ, വിച്ച് ആർ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ടഡ് ഓർ ഫയർഡ് വെൻ സം ഇവന്റ് ആർ ഒക്കേഴ്സ്. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ, സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ മനസ്സിലാക്കുക. ഓക്കെ, അത് പറയുന്നതിന്റെ മുന്നേ, ട്രിഗർ പറയുന്നതിന്റെ മുന്നേ ഞാൻ PLSQLന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം സ്ട്രക്ചർ കൂടെ പറയാം. PLSQL എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഞാൻ വിട്ടുപോയതാണ്. PLSQL എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊസീജറൽ ലാംഗ്വേജ് ആണ്, പ്രൊസീജറൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, അത് എന്താണ്? പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ട്: ഫങ്ഷൻസ്, പ്രൊസീജേഴ്സ്, ട്രിഗേഴ്സ് ആൻഡ് കേഴ്സർ. അപ്പോൾ PLSQLന്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. PLSQLനെ നമ്മൾ 3 ഭാഗങ്ങളാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 3 ഭാഗങ്ങളാക്കിയിട്ടാണ് നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഭാഗം അതിന്റെ ഡിക്ലറേഷൻ ആണ്. ഡിക്ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ പറയുക ഡിക്ലറേഷൻ. ഓക്കെ, ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, ഞാൻ A എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഏതാണ് അതിന്റെ ഫോർമാറ്റ്, ഇങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. A int എന്ന് പറഞ്ഞിട്ടാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. നമ്മൾ സിയിലൊക്കെ പഠിച്ചത് int A എന്നൊക്കെ ആയിരുന്നു. ഇവിടെ എന്താണ്? നേരെ തിരിച്ചാണ്. ആദ്യം നമ്മൾ വേരിയബിൾ നെയിം ദെൻ ഡാറ്റ ടൈപ്പ് ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ബിഗിൻ എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ട് ബിഗിൻ എന്ന് പറയുന്ന ഓർ യു ക്യാൻ സേ എക്സിക്യൂട്ടബിൾ കോഡ്. ഓക്കെ, ഈ ഭാഗത്ത് എന്താ ഉള്ളത്? എക്സിക്യൂട്ടബിൾ കോഡാണുള്ളത്. ഈ ഭാഗത്ത് എക്സിക്യൂട്ടബിൾ കോഡാണ്. ബിഗിൻ എന്ന് പറയുന്നതിൽ ഓക്കെ അതായത് നമുക്ക് ഈ ബ്രാക്കറ്റ് നമ്മൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബിഗിൻ എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണോ നമുക്ക് സെറ്റ് ഓഫ് കോഡാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, മൂന്നാമത്തെ സെഷൻ ആണ് ഫസ്റ്റ് സെഷൻ, സെക്കൻഡ് സെഷൻ ആൻഡ് ദിസ് ഈസ് ദ തേർഡ് സെഷൻ. ഓക്കെ, മൂന്നാമത്തെ സെഷൻ ആണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ എറേഴ്സ് ഫൈൻഡ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ 3 ഏരിയ ആണ്: ഡിക്ലറേഷൻ ആൻഡ്
ടി എക്സിക്യൂട്ടബിൾ കോഡ് ആൻഡ് ദെൻ എറർ ഹാൻഡ്ലിംഗ് സെക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മളൊരു സിമ്പിൾ ആയിട്ട് നമ്മളൊരു പ്രോഗ്രാം എഴുതാണ്. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു പ്രോഗ്രാം എഴുതൊക്കെ രണ്ട് നമ്പർ ആഡ് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പ്രോഗ്രാമാണ്. ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഡിക്ലെയർ എന്ന് പറയുന്ന കീവേഡ് കൊടുത്തു. ഡിക്ലെയറിന്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തു, എ എന്ന് പറഞ്ഞ് ഇൻഡ് കൊടുത്തു, ബി എന്ന് പറഞ്ഞിട്ട് ഇൻഡ് കൊടുത്തു, ഈക്വൽ ടു ഇല്ല കേട്ടോ, ഇൻഡ് കൊടുത്തു. ഓക്കെ, സി എന്ന് പറഞ്ഞിട്ട് ഇൻഡ് കൊടുത്തു. ഇങ്ങനെയാണ് ഞാൻ ഡിക്ലെയർ ചെയ്യുക. ദെൻ എനിക്ക് എന്ത് ചെയ്യണം, എക്സിക്യൂട്ടബിൾ കോഡ് ടൈപ്പ് ചെയ്യാൻ ഞാൻ ബിഗിൻ എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, എ കോളൻ ഈക്വൽ ടു 10 എയുടെ വാല്യൂ കൊടുത്തു. ഓക്കെ, സെമി കോളൻ. ബി കോളൻ ഈക്വൽ ടു 10, ഓക്കെ അല്ലെ, 100 കൊടുത്തു. ഓക്കെ, സി കോളൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് കൊടുത്തു, എ പ്ലസ് ബി എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ എന്ത് ചെയ്തു, ഞാൻ എൻഡ് ചെയ്തു. ഓക്കെ, ഇത് രണ്ട് നമ്പർ ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം ആണ്. ഇവിടെ കോളൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഓക്കെ ഇവിടെ നോക്കാം, കോളൻ. ഓക്കെ, ഇവിടെ കോളൻ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഓക്കെ ഈ വാല്യൂ 10 എന്ന് പറയുന്ന വാല്യൂ എയിലോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എയിലോട്ട് പാസ് ചെയ്യാം, അല്ലെങ്കിൽ 100 എന്ന് പറയുന്ന വാല്യൂ, അല്ലെങ്കിൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞ കൂട്ടി കിട്ടുന്ന വാല്യൂ ഈ വേരിയബിളിലോട്ട് പാസ് ചെയ്യാനാണ് നമ്മൾ കോളൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഈക്വൽ ടു ആക്ച്വലി യൂസ് ചെയ്തിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈക്വൽ ടു യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സിമ്പിൾ ഓക്കെ 2 നമ്പർ ആഡ് ചെയ്യുന്ന പ്രോഗ്രാം ആണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, നമ്മൾ പ്രിന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. 2 നമ്പർ ആഡ് ചെയ്യുന്ന പ്രോഗ്രാം ആണ് ഈ പറഞ്ഞത്. PLSQL എന്ന് പറയുന്നത് 3 ഭാഗങ്ങളാണുള്ളത്. ഓക്കെ, മേജർലി 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് നമ്മുടെ ഡിക്ലറേഷൻ സെക്ഷൻ, 2 എക്സിക്യൂട്ടബിൾ കോഡ്, ദെൻ എറർ ഹാൻഡ്ലിംഗ് സെക്ഷൻ. ഓക്കെ, ഇതാണ് PLSQLന്റെ ഡെഫിനിഷൻ. ഇനി ട്രിഗേഴ്സിലേക്ക് നോക്കാം. ട്രിഗേഴ്സ് എന്ന് പറഞ്ഞാൽ, ട്രിഗേഴ്സിലേക്ക് നോക്കാം. ഓക്കെ, നോക്കാം. ട്രിഗേഴ്സിലേക്ക് നോക്കാം. എന്താ, സ്റ്റോർഡ് പ്രോഗ്രാം ആണ്. ഓട്ടോമാറ്റിക്കലി അതെന്ത് എക്സിക്യൂട്ട് ഓർ ഫയർഡ് വെൻ ദ ഇവന്റ്സ് ഓക്കർ എന്ന് പറയും. ഇവന്റ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി എന്താവാം, ഇവന്റ് എന്ന് പറയുന്നത് എന്താണ്, DML കമാൻഡ്സ് ആവാം. എന്തൊക്കെയാണ് DML കമാൻഡ്സ് എന്ന് പറയുന്നത്? ഓക്കെ, DML ആവാം, ഓക്കെ ഡിലീറ്റ് ആവാം, ഇൻസേർട്ട് ആവാം, അപ്ഡേറ്റ് ആവാം, DDL ആവാം, ക്രിയേറ്റ് ആവാം, അൾട്ടർ ആൻഡ് ഡ്രോപ്പ് ആവാം. ദെൻ അതർ ഓപ്പറേഷൻ, ഓക്കെ സേവ് എറർ, ലോഗ് ഓൺ, ലോഗ് ഓഫ്, സ്റ്റാർട്ടപ്പ്, സ്റ്റാർട്ട് ഓൺ, ഓക്കെ ഇങ്ങനത്തെ ഏത് ഓപ്പറേഷനും ആവാം. ഇതിനൊക്കെ നമ്മൾ ഇവന്റ് എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇതാണ് എന്റെ മെയിൻ ടേബിൾ എന്ന് പറയുന്നത്. എന്റെ മെയിൻ ടേബിൾ, ട്രിഗർ എന്ന് പറഞ്ഞാൽ സ്റ്റോർഡ് പ്രോഗ്രാം ആണ്. ഇതെന്റെ മെയിൻ ടേബിൾ ആണ്. മെയിൻ ടേബിൾ ഒരു റോൾ നമ്പർ ഉണ്ട്. ഓക്കെ, റോൾ നമ്പർ ഉണ്ട്. ദെൻ നെയിം ഉണ്ടെന്ന് വിചാരിക്കാം. നെയിം ഉണ്ട് 1 2 ABC എന്ന് പറയുന്ന ഒരു, ഞാൻ ഒരു ഇവന്റ് ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഇവന്റ് ഞാൻ ചെയ്തു. ഓക്കെ, 1 എന്ന് പറയുന്ന ആൾ എന്റെ ഇതിന്ന് കോളേജിൽ നിന്ന് പോയി, ഫസ്റ്റ് ഇയറിൽ നിന്ന് കോളേജിൽ നിന്ന് എന്ത് ചെയ്തു, റിസൈൻ ചെയ്ത് പോയി. ഓക്കെ, റിസൈൻ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം അയാൾ എന്ത് ചെയ്തു, ഓക്കെ നമുക്ക് ഇവിടെ ഒരു ട്രിഗർ, ഒരു ടെമ്പററി ടേബിൾ ഉണ്ട്, ഒരു ട്രിഗർ, ഒരു ബാക്കപ്പ് ടേബിൾ എന്ന് പറയും. ബാക്കപ്പ് ടേബിൾ ഉണ്ട്. ഓക്കെ, ഇതാണ് ട്രിഗറിന്റെ യൂസ് എന്ന് മനസ്സിലാക്കുക. ബാക്കപ്പ് ടേബിൾ ഇതേപോലെ റോൾ നമ്പർ ആൻഡ് നെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, ഈ 1A എന്ന് പറയുന്നത് ഈ ബാക്കപ്പ് ടേബിളിലോട്ട് സ്റ്റോർ ആയി. 1A എന്ന് പറയുന്നത് ബാക്കപ്പ് ടേബിളിലോട്ട് സ്റ്റോർ ആയി. ഓക്കെ, അപ്പൊ വീണ്ടും മേ ബി നമുക്ക് എന്ത് വേണ്ടി വരും, ഈ ഒരു 1A എന്ന് പറയുന്നത് റീജോയിൻ ചെയ്താൽ ആ ഡാറ്റ നമുക്ക് തിരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഈ ടേബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോർഡ് പ്രോഗ്രാം, ഈ ട്രിഗർ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ട്രിഗർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താ, ഇവന്റ് ഒക്കർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, ഇതാണ് ആ ഒരു ഇവന്റ്. ഓക്കെ, എന്താണ് ആ ട്രിഗർ എന്ത് ചെയ്യുന്നു, കോൾ ആവുന്നു, അല്ലെങ്കിൽ ട്രിഗർ എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ആവുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ഇവന്റ് ഒക്കർ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇവിടെ ഈ എന്താ ചെയ്തത്, ഈ ട്രിഗർ ചെയ്തത് എന്താണ്, ഇത് നമ്മുടെ ബാക്കപ്പ് ടേബിളിലോട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്തു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ, ഈ ഡാറ്റ നമുക്ക് റീയൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ട്രിഗറിന്റെ അപ്ഡേറ്റോ എന്ത് എന്താണ്, നമ്മൾ ഓൾഡ് ഡാറ്റ എന്ത് ചെയ്യും, നമ്മുടെ ബാക്കപ്പ് ടേബിളിലോട്ട് ഡാറ്റ എന്ത് ചെയ്യും, ബാക്കപ്പ് ടേബിളിലോട്ട് സ്റ്റോർ ആവും. ഓക്കെ, ഇതാണ് ട്രിഗറിന്റെ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ട്രിഗർ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ, ദെൻ ഓൾസോ കുറച്ച് ബെനിഫിറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് ട്രിഗേഴ്സിന്റെ ബെനിഫിറ്റ്സ് ഇവിടെ കൊടുത്തു. ഓക്കെ, ജനറേറ്റിംഗ് സം ഡിറൈവ്ഡ് കോളംസ് വാല്യൂ ഓട്ടോമാറ്റിക്. ഓക്കെ, എൻഫോഴ്സിംഗ് ദ റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി, ഈവൻ ഓക്കെ ലോഗിംഗ് ആൻഡ് സ്റ്റോറിംഗ് ഇൻഫർമേഷൻ ഓൺ ദ ടേബിൾ ആക്സസ്, ഓഡിറ്റിംഗ്, സിങ്ക്രണൈസേഷൻ റെപ്ലിക്കേഷൻ ഓഫ് ടേബിൾസ്. ഓക്കെ, സോറി, സിങ്ക്രണൈസ് റെപ്ലിക്കേഷൻ ഓഫ് ടേബിൾസ്. ഓക്കെ,
imposing the security authentications and preventing the invalid transactions. These are the benefits of triggers. അപ്പോൾ ട്രിഗർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, നമ്മളെ ആക്ച്വൽ മെയിൻ ടേബിളിൽ നിന്ന് നമ്മളെ ബാക്കപ്പ് ടേബിളിലോട്ട് എന്ത് ചെയ്യും, ബാക്കപ്പ് ടേബിളിലോട്ട് നമ്മളെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു. ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു, ദെൻ റിട്ടേൺ ബാക്ക് ചെയ്യുന്നു. ഇവന്റ്സ് എന്താണ് ട്രിഗേഴ്സ് എന്ന് പറയുന്നത്? സ്റ്റോർഡ് പ്രോഗ്രാം ആണ്, സ്റ്റോർഡ് പ്രോഗ്രാംസ് എന്നാണ് പറയുന്നത്. ഇത് എപ്പോഴാണ് എക്സിക്യൂട്ട് ആവുക? ദീസ് ആർ എക്സിക്യൂട്ടഡ് ഓട്ടോമാറ്റിക്കലി വെൻ ദ ഇവന്റ്സ് ആർ ഒക്കർ, or fired എന്ന് പറയും, or fired when the events are occur, when the events are occur, the definition of trigger. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, പഠിക്കുക, എക്സാമിന് വേണ്ടി പഠിക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് പറഞ്ഞത്. ഇതാണ് ട്രിഗർ, അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, അതിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ എന്താണെന്ന് ഒരു ഇവന്റ് എന്ന് പറയുന്ന ഒരു ഡിലീറ്റ് ഇവന്റ് നടന്നതാണ്. ഡിലീറ്റ് ഇവന്റ് നടന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ. ഇനി അതിന്റെ സിൻടാക്സ് ഉണ്ട്, സിൻടാക്സ് കാര്യങ്ങൾ നോക്കും. ഇനി നെക്സ്റ്റ് അതിന്റെ സിൻടാക്സ് നോക്കും. അപ്പൊ ഇവിടെ നോക്കാം, നമ്മൾ സിൻടാക്സ് നോക്കുന്നത് ക്രിയേറ്റ് ഓർ റിപ്ലേസ് ട്രിഗർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രിഗറിന്റെ നെയിം കൊടുക്കുന്നു. ട്രിഗറിന്റെ നെയിം കൊടുക്കും. ട്രിഗറിന്റെ നെയിം കൊടുക്കുന്നു. ബിഫോർ അൾട്ടർ ഇൻസ്റ്റഡ് ഓഫ്. എന്താണ് നമ്മുടെ ഈ ഇവന്റ് ഒക്കർ ചെയ്യുന്നതിന്റെ എന്താണ് ഒക്കർ ചെയ്യുന്നതിന്റെ മുന്നേ ആണോ ശേഷമാണോ എപ്പോഴാണോ ട്രിഗർ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഏതാണ് നമ്മുടെ ഇവന്റ് എന്നുള്ളതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തത്. ഏതാണ് ഇവന്റ് ചെയ്തത്, ഏതാണ് കോളം നെയിം, ഏതാണ് ടേബിൾ എന്നുള്ളതാണ് ഇവിടെ കൊടുത്തത്. നമ്മളെ മെയിൻ ഏത് ടേബിളിലാണ് എന്നുള്ളതാണ്, ഏതാണ് ഇവന്റ് എന്നുള്ളത്. റെഫറൻസിങ് ഓൾഡ് വാല്യൂ ആസ് ന്യൂ വാല്യൂ. കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു ഓൾഡ് വാല്യൂവിന് എന്ത് ചെയ്തു, നമ്മൾ ബാക്കപ്പ് ടേബിളിലോട്ട് അതിനെ ആക്കണം. ബാക്കപ്പ് ടേബിളിലോട്ട്, അതായത് ട്രിഗർ എന്ന് പറയുന്ന ഒരു നമ്മളെ ഒരു പുതിയൊരു ടേബിൾ ട്രിഗർ ചെയ്യുമ്പോൾ പുതിയ ബാക്കപ്പ് ടേബിൾ അവിടെ സ്റ്റോർ ആവും. ഇവിടെ നോക്കുക, എല്ലാ റോ ഫോർ ഈച്ച് റോ എന്ന് പറയുന്നത് എല്ലാ റോയിലും എന്ത് ചെയ്യുന്നു, അതാ എന്ത് ചെയ്യുന്നു, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ദെൻ എന്താണ് കണ്ടീഷൻ എന്നുള്ളത് കൊടുക്കുന്നു. ദെൻ ഇത് നമ്മുടെ എന്താണ് ഞാൻ പറഞ്ഞ 3 ഭാഗങ്ങളൊന്ന് ഡിക്ലറേഷൻ ഭാഗം, ബിഗിൻ ഭാഗം, എന്താണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിന്റെ ഭാഗങ്ങൾ. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ സിൻടാക്സ്. എന്തൊക്കെയാണ് പറഞ്ഞത്, ഇവിടെ എന്താണ് നടന്നത്, റെഫറൻസിങ്. എന്താണ് ഇവിടെ മേ ബി അപ്ഡേഷൻ ആയിരിക്കും, ഓൾഡ് വാല്യൂവിന് ന്യൂ വാല്യൂ ആയിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഓൾഡ് വാല്യൂ നമ്മളെ ബാക്കപ്പ് ടേബിളിലോട്ട് സ്റ്റോർ ആവും. ഓൾഡ് വാല്യൂ നമ്മളെ ഏതൊക്കെ റോളാണ്, എല്ലാ റോലും ആപ്ലിക്കേഷൻസ് വേണോ എന്നുള്ളതൊക്കെ ഡിപ്പെൻസ് ആണ്. ഇതാണ് നമ്മുടെ ട്രിഗേഴ്സിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തു, ഒരു എക്സാമ്പിൾ കൊടുത്തു. ഇതാണ് ട്രിഗറിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ ആക്ച്വൽ ടേബിളിൽ നിന്ന് ഒരു ട്രിഗർ ക്രിയേറ്റ് ചെയ്തതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്താണ് ട്രിഗർ എന്ന് പറയുന്നത്, ഡിസ്പ്ലേ ദ സാലറി ചേഞ്ചസ് എന്നുള്ളതാണ്. ഇവിടെ എന്താണ് ഇൻസേർട്ട് ഓർ അപ്ഡേഷൻ ഓൺ ദ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവന്റ്. എപ്പോഴാണ് ഇവന്റ്, ബിഫോർ ഡിലീറ്റിന്റെ മുന്നേ ആണ് നടക്കേണ്ടത്. ബിഫോർ എന്താണ് ഐ ഡി ഗ്രേറ്റർ ദാൻ 0. ഇവിടെ എന്താണ് ഫോർ ഈച്ച് റോ, ഏതൊക്കെ റോ ആണ് ഐ ഡി ഗ്രേറ്റർ ദാൻ 0 ഉള്ള, ഐ ഡി ഗ്രേറ്റർ ദാൻ 0 ഉള്ള എല്ലാ റോക്കും എന്ത് ചെയ്യണം, സാലറി ഇതാക്കണം. അതിന്റെ അപ്ഡേഷൻസ് ഇവിടെ എക്സിക്യൂട്ടബിൾ കോഡാണ്. ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്തു, എക്സിക്യൂട്ടബിൾ കോഡാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് ഓൾഡ് സാലറി, എന്താണ് ഓൾഡ് സാലറി പ്രശ്നം, സാലറി. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇവിടെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഈ ഇവന്റ് ഇൻസേർട്ട്, ഡിലീറ്റ് ഓർ ഇൻസേർട്ട് ഓർ അപ്ഡേഷൻ, ഈ ഒരു 3 ഇവന്റ്സും, ഈ 3 ഇവന്റ് നടക്കുന്നതിന് മുന്നേ നമ്മൾ ഫോർ ആ ഇവന്റ് നടക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നു, നമ്മുടെ ട്രിഗർ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യുന്നു. ദെൻ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഞാൻ പറഞ്ഞു, 3ാമത്തെ ഭാഗമാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടാവും. അപ്പം ഇവിടെ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിന്റെ ഏരിയ ആണ് ഇവിടെ കണ്ടത്. ഞാൻ നേരത്തെ കൊടുത്തത് എൻഡ് എന്ന് പറയുന്നത് ഇവിടെ ബിഗിൻ എൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ എക്സാമ്പിൾ ചെയ്തു, എൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി ലാസ്റ്റ് ആണ് വരിക, ഒന്നും മാറ്റണം കേട്ടോ അത്. അപ്പൊ എക്സെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എറേഴ്സ് ആണ്. ആ എറേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മളെ എക്സെപ്ഷൻ എന്ന് പറയുന്ന ഒരു കേസിലാണ്. ഇവിടെ അതാ സിൻടാക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ എന്താണ് എന്നുള്ളത്. ഏത് ടൈപ്പ് ഓഫ് എക്സെപ്ഷൻ ആണോ ഇവിടെ ഉള്ളത് നോക്കാം. ഇവിടെ നോക്കാം, വെൻ നോ ഡാറ്റ ഫൗണ്ട്, ദെൻ എന്താണ് DBMS. ഡാറ്റ ഇല്ലെങ്കിൽ അതെന്താണ് ഒരു ഇതായിട്ടാണ് കണക്കാക്കുന്നത് എക്സെപ്ഷൻ. അപ്പൊ എന്ത് ചെയ്യുന്നു, അതെന്താണോ അതിന് നമ്മൾ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് അത് ഇവിടെ കൊടുത്തിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. അപ്പൊ 3 ഭാഗങ്ങളാണുള്ളത്, ഡിക്ലറേഷൻ, ബിഗിൻ ആൻഡ് എക്സെപ്ഷൻ. ഇനി നോക്കാം,
ഓൾറെഡി നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊസീജിയർ, ഫംഗ്ഷൻ, ഫീച്ചേഴ്സ്. ദെൻ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേഴ്സർ. ഓക്കെ, കേഴ്സർ എന്ന് പറയുന്നത് ഒരു മെമ്മറി ഏരിയയാണ്. കേഴ്സർ എന്ന് പറയുന്നത് ഒരു എന്താണ്, മെമ്മറി ഏരിയ. ഓക്കെ, കേഴ്സർ ഇസ് എ പോയിന്റർ. മെമ്മറി ഏരിയ അല്ല, കേഴ്സർ ഇസ് എ പോയിന്റർ ടു ഒരു മെമ്മറി എന്താണെന്നുള്ളത് പറയാം, മെമ്മറി ഏരിയ. ഓക്കെ, അപ്പം ഇതൊരു മെമ്മറിയാണ്. അവിടെ കുറെ ഡാറ്റാസ് ഉണ്ട്. ഓക്കെ, ഡാറ്റ ഉണ്ട്. കേഴ്സർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ത് ചെയ്യുന്നു, അതിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു പോയിന്റർ ആണ്. ആക്ച്വലി എന്താണ് കേഴ്സർ, ഒരു പോയിന്റർ ആണ്. ഓക്കെ, നിങ്ങൾ കേഴ്സർ എന്ന് പറയുന്നിട്ട് നിങ്ങൾ PHP സോറി PHP നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഡാറ്റാബേസും PHP ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്യുന്ന ലാംഗ്വേജ് നിങ്ങൾ കേഴ്സറിൽ എന്താ സ്റ്റോർ ചെയ്യുന്നത്, ആക്ച്വലി സ്റ്റോർ ആകുന്നത് കേഴ്സറിൽ എന്താണ്, റോ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു റോ ആണ് സ്റ്റേറ്റ് ആണ്. വൺ ഓർ മോർ, ഒന്നോ അതിലധികമോ റോസ് എന്ത് ചെയ്യുന്നു കേഴ്സർ. ആൻഡ്രോയിഡിലൊക്കെ അതുണ്ട്. ഓക്കെ, ആൻഡ്രോയിഡിലൊക്കെ ഉണ്ട്. ഓക്കെ, ആക്ച്വലി കേഴ്സർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആൻഡ്രോയിഡ്. ഓക്കെ, അപ്പൊ ഈ കേഴ്സറിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ റോ ഓഫ് ഡീറ്റെയിൽസ് ആണ്, വൺ ഓർ മോർ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, ഈ കേഴ്സർ പ്രിന്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ആ ഡാറ്റ നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം എന്താണ് കേഴ്സറിൽ ഉള്ളത്. ഓക്കെ, നോൺ ആസ് കോണ്ടെക്സ്റ്റ് ഏരിയ. ഓക്കെ, PLSQL controls the context area through the cursor. Okay, a cursor hold a row of one or more data returned by a statement. Okay, അപ്പോൾ സെലക്ടഡ് റോ ആണ് ഇതിലുണ്ടാവുക, നമ്മളെ കേഴ്സറിൽ ഉണ്ടാവുക. സെലക്ടഡ് റോസ് ആണ് കേഴ്സർ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കേഴ്സറിന് ഒരു പേര് കൊടുക്കാം. ആ പേര് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രോഗ്രാം റെഫർ ചെയ്യാം. ആ കേഴ്സറിനെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓർ കേഴ്സറിൽ എന്താണുള്ളത്, കേഴ്സർ കണ്ടെയ്ൻ ഓൾ ഇൻഫർമേഷൻ ടു പ്രോസസ് ദ PLSQL സ്റ്റേറ്റ്മെന്റ്. എന്താണ്, അല്ലെങ്കിൽ കേഴ്സർ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം, ഓൾ ഇൻഫർമേഷൻ ടു പ്രോസസ് ദി PLSQL കോഡ്. ഓക്കെ, അപ്പം ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആ കേഴ്സറിലുള്ള ഡാറ്റ സെലക്ടഡ് റോസ് ഉണ്ടാവും. ആ റോസ് എന്ത് ചെയ്യുന്ന കേഴ്സറിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. ഇത് 2 ടൈപ്പ് ഓഫ് ഉണ്ട്, ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് കേഴ്സേഴ്സ് ഉണ്ട്. ഓക്കെ, ഇംപ്ലിസിറ്റ് കേഴ്സർ എന്ന് പറയുന്നത് എന്താണ്, ഓട്ടോമാറ്റിക്കലി ഒറാക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഇംപ്ലിസിറ്റ് കൺവേർഷൻ, എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ ഒക്കെ ഇതിൽ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ സിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, CPP പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒറാക്കിൾ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്ന, ഇംപ്ലിസിറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്ന കേഴ്സേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇംപ്ലിസിറ്റ് കേഴ്സർ എന്ന് പറയുന്നത്. SQL statement is Oracle whenever the SQL statement is executed. When there is no explicit cursor for the statement, programmers cannot control the implicit cursor and information. അതായത് പ്രോഗ്രാമേഴ്സിന് ഇംപ്ലിസിറ്റ് കേഴ്സറുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദെൻ എക്സ്പ്ലിസിറ്റ് കേഴ്സർ എന്ന് പറയുന്നത് പ്രോഗ്രാമർ their own പർപ്പസിന് വേണ്ടി ഡിഫൈൻ ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കേഴ്സേഴ്സിനാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് കേഴ്സർ എന്ന് പറയുന്നത്. ഓക്കെ, an explicit cursor should be defined the declaration section of the PLSQL code. ഓക്കെ, അതായത് നമ്മളെ ഡിക്ലറേഷൻ സെക്ഷനിൽ എന്ത് ചെയ്യണം, ഓക്കെ, ഡിക്ലെയർ എന്ന് പറയുന്ന ഈ സെഷനിലായിരിക്കണം നമ്മളെ ഡിക്ലെയർ ചെയ്യേണ്ടത്, നമ്മളെ എക്സ്പ്ലിസിറ്റ് കേഴ്സർ ഡിക്ലെയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഓൺ ദ സെലക്ട് സ്റ്റേറ്റ്മെന്റ് വിച്ച് റിട്ടേൺസ് മോർ ദാൻ വൺ. ഓക്കെ, ഇതാണ് പറഞ്ഞത്, ഇറ്റ് ക്രിയേറ്റഡ് ഓൺ എ സെലക്ട് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, വിച്ച് റിട്ടേൺസ് മോർ ദാൻ വൺ റോ. ഓക്കെ, അപ്പൊ കേഴ്സർ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പാണ് പറഞ്ഞത്, എക്സ്പ്ലിസിറ്റ്. എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒറാക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അതിൽ യാതൊരു കൺട്രോൾ ആർക്കില്ല, പ്രോഗ്രാമറിനില്ല. ദെൻ ഇറ്റ് ഈസ് പ്രോഗ്രാമർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, പ്രോഗ്രാമർ ഡിഫൈൻ ചെയ്യുന്ന കേഴ്സറാണ്. ഇതെന്താണ് നമ്മുടെ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, ഇത് അതായത് നമ്മുടെ കേഴ്സർ ഡിഫൈൻ ചെയ്യുന്നത് എവിടെയാണ്, ഡിക്ലറേഷൻ സെക്ഷനിലാണ്, സെലക്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് കേഴ്സർ എന്ന് പറയുന്നത്. അതേപോലെ ഫംഗ്ഷൻ ആൻഡ് പ്രൊസീജിയർ, അതേപോലെ നമ്മുടെ PLSQLന്റെ ഒരു ബേസിക് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി PLSQL നോക്കാം. PLSQL ഫംഗ്ഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, ഓക്കെ, ഫംഗ്ഷന്റെ പേര്, കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഫംഗ്ഷൻ നമ്മൾ സാധാ പോലെ തന്നെ. പിന്നെ ഫംഗ്ഷൻ എന്താണ്, ഫംഗ്ഷൻ എന്നുള്ളതൊക്കെ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ആസ് വെൽ ആസ് പ്രൊസീജിയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ സിൻടാക്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ഓക്കെ, ദെൻ എങ്ങനെയാണ് ഒരു DBMS ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ ആഡ് ചെയ്ത രണ്ട് നമ്പർ ഇങ്ങനെ പ്രിന്റ് ചെയ്യാം. DBMS ഔട്ട്പുട്ട് ഡോട്ട് പുട്ട് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, C എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂലേക്കാണല്ലോ നമ്മൾ നേരത്തെ കൊടുത്തത്, അങ്ങനെ പ്രിന്റ് ചെയ്യാം. അപ്പോൾ പ്രൊസീജിയേഴ്സ് നോക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സിൻടാക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ഫങ്ഷൻസ് ആൻഡ് സിൻടാക്സ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ എന്താണ് നമ്മുടെ കേഴ്സേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ട്രിഗേഴ്സ്, എന്തായാലും ട്രിഗേഴ്സും കേഴ്സേഴ്സും ഒക്കെ ചോദിക്കും. സിൻടാക്സ് നോക്കണം, അതേപോലെ തന്നെ ഇതിന്റെ ഡെഫിനിഷൻസ് നോക്കണം, അതേപോലെ ഒരു എക്സാമ്പിൾ നോക്കുക. ഓക്കെ, ദെൻ അറേ നമ്മൾ ഓൾറെഡി പറഞ്ഞു അറേ. അപ്പൊ ഈ PLSQLന്റെ കാര്യങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതെല്ലാം ഈ സ്റ്റേറ്റ്മെന്റ്സും വൈലും വൈലും ഇതിന്റെ ഒക്കെ കാര്യങ്ങളും സിൻടാക്സുകളും മനസ്സിലാക്കി വെക്കുക. ഓരോന്നിന്റെ യൂസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അത് തന്നെ എഴുതി വെച്ചാൽ മതി തിയറിക്ക്. സിൻടാക്സിന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒരു ഒന്നോ രണ്ടോ പ്രോഗ്രാം ഇവിടെ കണ്ടോ, രണ്ട് നമ്പർ ആഡ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ. ഓക്കെ, ഈ ഒരു പ്രോഗ്രാം ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഈ ഒരു പ്രോഗ്രാം ഒക്കെ പഠിച്ചു വെക്കുക, വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഒരു PLSQLനെ കുറിച്ച് എഴുതാൻ പറയുന്ന സമയത്ത് ഈ ഒരു പ്രോഗ്രാം എഴുതി വെച്ച് അങ്ങനെ മാർക്ക് അവിടെ കുറയില്ല. വളരെ സിമ്പിൾ ആണ്. എങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത് എന്നുള്ളത് ഇവിടെ നോക്കാം. ഓരോ വാല്യൂസ് ഡിക്ലെയർ ചെയ്തത് നോക്കാം. ഇവിടെ കണ്ടോ, A എന്ന് പറഞ്ഞിട്ട് ഇന്റിജർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ B എന്ന് പറഞ്ഞിട്ട് ഇന്റിജർ എന്ന് പറഞ്ഞു, C എന്ന് പറഞ്ഞിട്ട് ഇന്റിജർ എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ വാല്യൂസ് നമ്മൾ ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. ഓരോന്നിന്റെ എക്സിക്യൂട്ടബിൾ കോഡ് നമ്മൾ ഇവിടെ എഴുതി അത് എന്ത് ചെയ്യാം, നോക്കി പഠിച്ചു വെക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. താങ്ക് യു.